ഹേയ്, അസ്സലാമു അലൈക്കും. ചില സമയത്തൊക്കെ നമ്മളുടെ ഏവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു തോട്ടാണ്, അതായത് എൻ്റെ പടച്ച റബ്ബിന്, എന്നെ സൃഷ്ടിച്ച അള്ളാഹുന് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എന്നിട്ടും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നോട് ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ്, യെസ്. ഈവൻ നിങ്ങളും ഞാനും അറിയാതെ തന്നെ പടച്ചവൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. സോ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ 10 സയൻസ് അഥവാ അടയാളങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഈ പറയാൻ പോകുന്ന അടയാളങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇനി നമുക്ക് ആദ്യത്തെ അടയാളം വെച്ച് തുടങ്ങാം. നമ്പർ 1, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ആ സമയം തന്നെ, അതായത് ആ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾക്കൊരു ഗിൽട്ട് ഫീലിംഗ് വരും. ഞാൻ എന്തിനാ തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഭയങ്കരമായ റിഗ്രറ്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഭയങ്കരമായ വിഷമം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ, അത് സ്ട്രോങ് ആയ ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം കാരണമാണ്. സോ അവിടെയാണ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് അള്ളാഹു അവൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടിട്ടില്ല, അവൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങളെ അവനിലേക്ക് ക്ഷണിക്കുകയാണ്, പൊരുത്തം ചോദിച്ച് തിരികെ അവനിലേക്ക് മടങ്ങിപ്പോകാൻ. ഇനി രണ്ടാമത്തെ സൈൻ എന്താ നോക്കിയാലോ. നമ്പർ 2, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഖുറാൻ പാരായണം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ റീൽസിൽ കേട്ടിട്ട് നിങ്ങളെ മനസ്സിന് ഭയങ്കരമായ സമാധാനം ലഭിക്കുന്നത്, ആൻഡ് നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ നിസ്കാരം സമയത്തിന് നിസ്കരിക്കുന്നത്, ഇതൊന്നും ഒരു കോയിൻസിഡൻസ് അല്ല. അതായത് ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നിങ്ങളെ ഹൃദയത്തിനെ ഗൈഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിനെ അവനിലേക്ക് നയിക്കുകയാണ്. ആൻഡ് ദ തേർഡ് വൺ, നിങ്ങൾ എപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് അറിയാതെ തന്നെ സമാധാനം കിട്ടും. ദിക്ർ ചൊല്ലുമ്പോഴും ഖുറാൻ ഓതുമ്പോഴും എന്തെന്നില്ലാത്തൊരു സമാധാനം, അല്ലെങ്കിൽ ചില ഖുറാൻ പാരായണങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അറിയാതെ കണ്ണ് നിറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്പർ 4, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മറിച്ച് അത് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് അല്ല, നിങ്ങൾക്കുള്ള ശിക്ഷയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പരീക്ഷണത്തിലൂടെയും കടന്നു പോകുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യമല്ല, മറിച്ച് നമ്മുടെ മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവരെ പരീക്ഷിക്കും. കാരണം നിങ്ങൾ ഈ വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴേ, അതായത് ഈ ഒരു പെയിനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമേ തിരിച്ച് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ മനസ്സ് ചിലപ്പോഴൊക്കെ വിഷമത്തിലാകുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്പർ 5, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നുകയും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് പോയത് നല്ലതായിരുന്നു എന്നുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു അടക്കപ്പെട്ട വാതിൽ, അത് നിങ്ങൾ കാണാത്തതിനപ്പുറം അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുകയായിരുന്നു, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. നമ്പർ 6, അള്ളാഹു അവനെക്കുറിച്ച് നിരന്തരം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരിക്കാത്ത സമയത്തൊക്കെ നിങ്ങൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെയുള്ള ദിക്റൊക്കെ ചൊല്ലി ചില സമയത്തൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കും. ഇത് അള്ളാഹു നിങ്ങളിലേക്ക് നൽകപ്പെടുന്നതാണ്. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് തരും, അത് അവനിൽ നിന്നുള്ള ഒരു സ്നേഹമാണ്. നമ്പർ 7, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടാവും. അതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്യാന്നെങ്കിലോ, പെട്ടെന്നൊരു ഇസ്ലാമിക് പോസ്റ്റോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റോ നിങ്ങളിലേക്ക് വന്നാലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ഇസ്ലാമിനെ പറ്റി ഉപദേശിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള അടയാളങ്ങളാണ്. അതൊരിക്കലും വെറുതെ സംഭവിക്കുന്നതല്ല, ജസ്റ്റ് ആക്സിഡന്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതും അല്ല, അത് നിങ്ങൾക്കുള്ള മെസ്സേജുകളാണ്. ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. നമ്പർ 8, നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ സമാധാനം ലഭിക്കുന്നത്. ഈവൻ നിങ്ങൾ ഭയങ്കരമായ വിഷമത്തിലാണെങ്കിലും അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ നല്ല സമാധാനം ലഭിക്കുന്നത്, അത് വെറും സമാധാനമല്ല, അത് നമ്മളെ റഹ്മാനായ കാരുണ്യവാനായ റബ്ബിൽ നിന്നും ഉള്ളതാണ്. നമ്പർ 9, നിങ്ങൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും എത്രയൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചാലും നിങ്ങൾ തിരികെ അള്ളാഹുലേക്ക് തന്നെ മടങ്ങിപ്പോകും. നിങ്ങൾ അള്ളാഹുവിനോട് നിരന്തരം പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടും. നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ ഒരുപാട് ശ്രമിക്കും.
ഇതാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളം. നമ്പർ 10, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വീഡിയോസ് കാണുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതും ചരിത്രം പഠിക്കുന്നതും ഇവൻ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മുടെ മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. അള്ളാഹുവിന് ആർക്കെങ്കിലും നല്ലത് വേണമെന്ന് തോന്നിയാൽ അവൻ അവൻ്റെ ഇസ്ലാമിനെ കുറിച്ച് അവന് അറിവ് നൽകുന്നതായിരിക്കും. ചില സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര നല്ലതല്ല എന്ന് തോന്നുമ്പോഴും എനിക്കൊന്നിനും അർഹതയില്ല എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അള്ളാഹുവിനെ ശ്രമിക്കുന്നവരെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് അവനിലേക്ക് തിരികെ പോകുന്നവരെയും ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഒരു തകർന്ന മനസ്സോടെ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവരെയും ഇഷ്ടമാണ്. നിങ്ങൾ ഒരിക്കലും ഒരുപാട് ദൂരെ പോയിട്ടില്ല, ഒരിക്കലും നിങ്ങൾ മറക്കപ്പെട്ടിട്ടില്ല, ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കപ്പെടാതിരുന്നിട്ടില്ല. ഇതിനെല്ലാം അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.